ഇന്ത്യക്കാരെ വിലങ്ങിടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട വൈറ്റ് ഹൗസ്. കൈയും കാലും ബന്ധിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. സന്തോഷമുള്ള കമന്റോടെ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഇലോൺ മസ്ക്. നാടുകടത്തൽ തുടരാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത് എന്നുള്ളത് വ്യക്തം. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേർന്നു. രഞ്ജിത്ത്, ഇന്ത്യയടക്കം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരുമ്പോഴും ഈ വിഷയത്തിനകത്ത് ഇതൊരു നയപരമായ നിലപാടാണ് എന്ന് ആവർത്തിക്കുന്ന ട്രംപ്, അത് സമൂഹ മാധ്യമങ്ങളിൽ പകർത്തുന്ന ഇലോൺ മസ്കും തുടരും ഈ നാടുകടത്തൽ ശക്തമായി എന്ന് തന്നെയുള്ള സന്ദേശം വ്യക്തമായി നൽകുകയാണ് അല്ലേ? തീർച്ചയായും അപർണ, കഴിഞ്ഞ ദിവസങ്ങളിലായി 3 വിമാനങ്ങളിലായി 300-ലധികം ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ നിന്നും അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്. ഇവരെ ഈ ചങ്ങലയും മറ്റും ഇട്ട് ബന്ധിക്കുന്ന ദൃശ്യങ്ങൾ ആണ് ഇന്ന് അമേരിക്കൻ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വ്യാപകമായ പ്രതിഷേധം ഇന്ത്യയിലുടനീളം അലയടിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ പ്രകോപനപരമായ ദൃശ്യങ്ങൾ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കൂടിയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇലോൺ മസ്ക് ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും വളരെ സന്തോഷത്തോടു കൂടിയുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും മറ്റും ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഡോച്ച് സംഘത്തലവൻ എലോൺ മസ്ക് ഇത് ഷെയർ ചെയ്തപ്പോഴാണ് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത് എന്നതുകൂടിയാണ്. ചങ്ങല ബന്ധിച്ച് കാലിലും കയ്യിലും മറ്റും ആളുകളെ ചങ്ങലയിൽ ബന്ധിച്ച് വിമാനത്തിലേക്ക് കയറ്റിവിടുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. വിവിധ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം, മെക്സിക്കോയും ബ്രസീലും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുകയും മറ്റും ചെയ്യുന്നത്. അധികവും മറ്റ് രാജ്യങ്ങൾ സ്വീകരിക്കാത്തവരായ നിരവധി ആളുകൾ അഫ്ഗാനിസ്ഥാനും ഇറാനും ചൈന എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടിയുണ്ട്. ഇവരെയൊക്കെ പനാമയിലേക്ക് കടത്താനുള്ള ശ്രമം കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. 300ഓളം ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ പനാമയിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇവരുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണുകളും മറ്റും പിടിച്ചെടുത്താണ് അമേരിക്ക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ സ്വന്തം രാജ്യങ്ങൾ ഇവരെ സ്വീകരിച്ചില്ലെങ്കിൽ പനാമയിലെ കനാൽ ഏറ്റെടുക്കുമെന്ന സമ്മർദ്ദം ചെലുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇനിയും ഇതുപോലത്തെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വരും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ മാസവും 4-5 വിമാനങ്ങൾ എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ട്രംപ് ഭരണകൂടം ക്രമീകരിച്ചിരിക്കുന്നത് എന്നറിയുന്നു. ഏതായാലും ഇത്തരത്തിൽ നേരത്തെ വലിയ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകുന്നത് കൂടി കാത്തിരുന്ന് കാണണം. കാരണം നേരത്തെ വാർത്തകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ദൃശ്യങ്ങൾ വളരെ കൃത്യമായി പുറത്തുവിടുമ്പോഴാണ് ഇത് സ്ഥിരീകരണം ഉണ്ടാവുകയും കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുക. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങൾ നൽകി. ഹമാസ് 4 ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇന്ന് വിട്ടു നൽകും. അതിൽ കുട്ടികളായ ഖിഫറും ഏരിയൽ ബിബാസിന്റെയും മൃതദേഹങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. 2021 ഒക്ടോബറിൽ തട്ടിക്കൊണ്ടുപോകുമ്പോൾ യഥാക്രമം 9 മാസവും 4 വയസ്സും പ്രായമുള്ള കുട്ടികൾ മരിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണത്. ഇസ്രായേൽ ഇതുവരെ കുട്ടികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. ഹമാസിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് ഇതുവരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണവും ഉണ്ടായിട്ടില്ല. വീണ്ടും കേരള വാർത്തകളിലേക്ക്. കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിൽ റാഗിംഗ് എന്ന് പരാതി. 1ാം വർഷ വിദ്യാർത്ഥിയാണ് റാഗ് ചെയ്ത 6 പേർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ 1ാം വർഷ വിദ്യാർത്ഥിയുടെ തലയ്ക്ക് പിന്നിലും വലത് കാൽ തുടയിലും പരിക്കുണ്ട്. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. നമ്മുടെ കോളേജിൽ വളരെ ശക്തമായിട്ടാണ് നമ്മളുടെ ഗ്രീവൻസ് സെല്ല്, ആന്റി റാഗിംഗ് സെല്ല്, ഡിസിപ്ലിൻ കമ്മിറ്റി നമ്മളെല്ലാ മാസവും കൂടാറുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂസ് നമുക്ക് ഇത്രയും വർഷമായിട്ടും അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ പോലും ഉണ്ടായിട്ടില്ല. കാരണം ഒന്ന് ടീച്ചേഴ്സിന് കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പം കുട്ടികൾ ഫസ്റ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ചില ലൊക്കേഷൻസ് ഉണ്ടാവുമല്ലോ, ചാൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ലൊക്കേഷനിലൊക്കെ നമ്മൾ ടീച്ചേഴ്സ് ബ്രേക്ക് ടൈമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് നമുക്കിവിടെയുള്ളത്. പിന്നെ ഇപ്പം ഈ കോളേജിൻ്റെ അനുബന്ധമായിട്ട് ചെറിയൊരു അവർ കൂളിംഗ് ക്ലാസ്, ഒരു കുട്ടി കൂളിംഗ് ക്ലാസ് വെച്ച് ജൂനിയർ, അതിൻ്റെ പേരിലാണ് ചെറിയൊരു അവർ തമ്മിലൊരു വാക്ക് തർക്കവും ഒരു തള്ളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മളതിന് വേണ്ട നടപടികൾ എടുക്കുകയും ആ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു, ക്യാമ്പസിന് പുറത്താക്കി. പിന്നെ വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് ഇമ്മീഡിയറ്റ്ലി ക്യാമ്പസിൽ വരികയും ചെയ്തു.
അതിനുശേഷം നമ്മളിപ്പോൾ ഒരു 4-5 മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. കുട്ടികൾ മാറി നിൽക്കാൻ പറഞ്ഞു. ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള കുട്ടികൾ തൽക്കാലത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ റിപ്പോർട്ട് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് അവരാവശ്യപ്പെട്ട പ്രകാരം. അപ്പോൾ അവരുടെ നടപടി ഇനിയിപ്പം കൂടുതൽ എന്താണെന്നുള്ളത് നമുക്കറിയണം. അപ്പം ഒന്നും പിന്നെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി നമ്മളെ CCTVയുടെ ഫുട്ടേജ് എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഇപ്പോൾ അവരുടെ കയ്യിലാണ്. കുട്ടികളിപ്പോൾ ക്യാമ്പസിലില്ല. ഈ 2 കുട്ടികളുടേതായ രീതിയിൽ ചെറിയ ഇതൊക്കെ പലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ കാര്യമായിട്ട് പേരൻസിനെ വിളിക്കും, പേരൻസുമായിട്ട് ഡിസ്കഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് കുട്ടികളെ കഴിവതും നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പോളിസി ഉള്ളത്. അതെ. കാരണം നമ്മളുടെ കയ്യിൽ നിന്നൊന്നും പെട്ടെന്ന് അങ്ങനെ മിസ് ചെയ്ത് പോകാറില്ല. നമ്മൾ വളരെ വിജിലൻ്റ് ആണ്. സ്റ്റാഫ് നല്ലപോലെ കോപ്പറേറ്റീവാണ്. അതുപോലെ തന്നെ നമ്മളുടെ സീനിയർ കുട്ടികളാണെങ്കിലും ഒരു വിഭാഗം കുട്ടികൾ നല്ല സപ്പോർട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു നമുക്ക് ആ ഒരു ഫാമിലി കൺസെപ്റ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പിന്നെ വന്നപ്പോൾ നമ്മൾ ഉടനെ അതിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മളെ കഴിവതും കുട്ടികളെ ചേർത്ത് പിടിക്കാനാണ് നോക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൗൺസിലർ ഉണ്ട്. അപ്പം കൗൺസിലിംഗ് നല്ല ആക്റ്റീവാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പേരൻസുമായിട്ട് നിരന്തരമായിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ട്. MS ഹരീഷ് കുമാർ ചേർന്നു. അന്വേഷിച്ചത് ഒറ്റപ്പെട്ട സംഭവമാണ് ഈ റാഗിംഗ് എന്ന് കൂടിയാണോ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്? ഈ പരാതി ഇത്തരത്തിലുള്ള പരാതികൾ മുൻപ് വന്നിട്ടില്ലേ? ഇപ്പോൾ ഉയർന്ന പരാതികൾ ഏത് തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് കൂടിയാണ് പറയുന്നത്. എങ്ങനെയുള്ള പരിക്കാണ് ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നത്? പിടിച്ചു തള്ളിയെന്നാണ് പ്രിൻസിപ്പൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറയുന്നത്. 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി കോളേജ് ഡേ നടന്നപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ച്, കോളേജിലെ ആർട്സ് ക്ലബിന്റെ ഡേ നടന്ന ദിവസം കൂളിംഗ് ഗ്ലാസ് വെച്ച് കോളേജിൽ എത്തി എന്നതാണ് സീനിയർ വിദ്യാർത്ഥികൾ ഒരു പ്രശ്നമായി കണ്ടത്. അതിന്റെ പേരിൽ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ. ഈ കുട്ടിയുടെ തലയ്ക്ക് പിൻഭാഗത്തും കാലിനും പരിക്കേറ്റിട്ടുണ്ടെന്നും പറയുന്നു. 2 വിദ്യാർത്ഥികൾ കോളേജിലെ അടക്കം 6 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് കണ്ടാൽ ഈ വിദ്യാർത്ഥി കണ്ടാൽ തിരിച്ചറിയുന്ന 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 1ാം വർഷ വിദ്യാർത്ഥിയായ ഒളവണ്ണ സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റിരിക്കുന്നത്. 3ാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, ഗൗതം എന്നിവരും ഈ കണ്ടാലറിയുന്ന മറ്റ് 4 വിദ്യാർത്ഥികളും ചേർന്നാണ് മർദ്ദിച്ചെന്ന് പറയുന്നു. തലയ്ക്ക് പിന്നിലും വലതുകാൽ തുടയിലും പരിക്കുകളേറ്റിട്ടുണ്ട്. ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചതാണ് പ്രകോപനത്തിന് കാരണമായി സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞത്. അവർ ഈ കൂളിംഗ് ഗ്ലാസ് അഴിച്ചു വെച്ച ശേഷമാണ് മർദ്ദനം നടത്തിയത്. കൂളിംഗ് ഗ്ലാസ് വെച്ച് 1 നിമിഷം പോലും നിൽക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അത് അഴിച്ചു വെപ്പിച്ച ശേഷം മർദ്ദനം നടത്തിയത്. ഇന്നലെ വൈകുന്നേരം 14-ാം തീയതി 6:45 ആ സംഭവം നടക്കുകയും ചെയ്ത്. ഇതിനുശേഷം 2 ദിവസം കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. ഇന്നലെയാണ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള കോളേജിലെ ആഭ്യന്തര സമിതി, ഈ റാഗിംഗ് വിരുദ്ധ സമിതിയൊക്കെ ഇക്കാര്യത്തിൽ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച്